ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നാണ് പത്തരമാറ്റ്. പത്തരമാറ്റിലെ അനിയെ അറിയാത്തവരായി ആരും തന്നെയില്ല. പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അനിയെ. പ്രേക്ഷകർ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് പത്തരമാറ്റിലെ ഓരോ താരങ്ങളെയും കാണുന്നത്. പുറത്തിറങ്ങിയാൽ പലരും തന്നെ അനി എന്നാണ് വിളിക്കുന്നതെന്ന് സിനിമാ സീരിയൽ നടൻ വിഷ്ണു ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഏഷ്യാനെറ്റിൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറുന്ന സീരിയലായ പത്തരമാറ്റിലെ അനിരുദ്ധ് എന്ന കഥാപാത്രത്തെയാണ് വിഷ്ണു അവതരിപ്പിക്കുന്നത്. സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവരോടും അടുത്ത ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്നും സ്വന്തം കുടുംബങ്ങളെപ്പോലെയാണ് അവരെ താൻ കാണുന്നത് എന്നുള്ളതും അനി വ്യക്തമാക്കിയിരുന്നു. സിനിമ ആയാലും സീരിയൽ ആയാലും പ്രോസസ് എല്ലാം ഒന്നാണെന്നും സീരിയലിലെ അഭിനയം ഭയങ്കര ഓവറാണ് എന്നത് ചിലരുടെ തെറ്റിദ്ധാരണയാണെന്നും വിഷ്ണു പറഞ്ഞു. ഇത് മിനി സ്ക്രീനും അത് ബിഗ് സ്ക്രീനും ആണ്. മിനി സ്ക്രീനിലെ അഭിനയം ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ അത്തരത്തിൽ ചെയ്യണം. മാത്രമല്ല സീരിയലിന്റെ പ്രേക്ഷകർ കൂടുതലും മുതിർന്നവരാണ്. അവർക്ക് മനസ്സിലാകണമെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായി പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്നാണ് വിഷ്ണു പത്തരമാറ്റിനെക്കുറിച്ചും പൊതുവെ സീരിയലിനെക്കുറിച്ചും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ സീരിയലിലെയും സിനിമയിലെയും താരങ്ങളെ ചിലരെങ്കിലും രണ്ട് തട്ടിൽ കാണാറുണ്ടെന്നും വിഷ്ണു ബാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. സീരിയലിൽ അഭിനയിക്കുന്ന പലരും സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളിൽ ചിലർ സീരിയലിലും എത്താറുണ്ട്. ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, അജു വർഗീസ് തുടങ്ങിയ സിനിമാ താരങ്ങൾ സീരിയലിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. മാസ്ക് ഇട്ട് പുറത്തിറങ്ങിയാൽ പോലും പത്തരമാറ്റിന്റെ പ്രേക്ഷകർ തന്നെ തിരിച്ചറിയാറുണ്ടെന്നും വിഷ്ണു പറഞ്ഞു. ചിലർ കണ്ണൊക്കെ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. സീരിയലുകളിൽ ക്ലോസ് ഷോട്ടുകൾ കൂടുതലായും ഉള്ളതിനാലാകാം ഇങ്ങനെ കണ്ണൊക്കെ കണ്ട് തിരിച്ചറിയുന്നത് എന്നും വിഷ്ണു കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം സ്വദേശിയായ വിഷ്ണു ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് കലാരംഗത്തേക്ക് എത്തുന്നത്. തട്ടിമുട്ടിയും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയും താരം ശ്രദ്ധിക്കപ്പെട്ടു. അജഗജാന്തരം, ഒരു അഡാർ ലവ് തുടങ്ങിയ ചില സിനിമകളിലും വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.